ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സാഗ്രോസ് പർവ്വതനിരകൾ. ഇറാന്റെ അതിർത്തികളിൽ മഞ്ഞു പുതച്ചു കിടക്കുന്ന കൂറ്റൻ പർവ്വതം വെറും ഒരു പ്രകൃതി വിസ്മയം എന്ന് കരുതിയെങ്കിൽ തെറ്റി. ആ പർവ്വതത്തിന്റെ ചെങ്കുത്തായ പാറക്കെട്ടിന് പിന്നിൽ നിശബ്ദമായി ചലിക്കുന്ന ഒരു കൂറ്റൻ ഉരുക്ക് വാതിലുണ്ട്. അവ തുറക്കുമ്പോൾ തെളിയുന്നത് മറ്റൊരു ലോകമാണ്. നൂറുകണക്കിനടി താഴ്ചയിൽ പർവ്വതത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു നഗരം ഉണർന്നിരിക്കുന്നു. അവിടെ മനുഷ്യരുണ്ട്, അത്യാധുനികമായ ലാബുകളുണ്ട്, കിലോമീറ്ററുകളോളം നീളുന്ന റോഡുകളുണ്ട്. ഇതാണ് ഇറാന്റെ മിസൈൽ സിറ്റി. ലോകത്തെ വൻ ശക്തികൾ ഈ പർവ്വതങ്ങൾക്കുള്ളിലെ നിഗൂഢതകളെ ഭയപ്പെടുന്നതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. എന്താണ് ആ രഹസ്യങ്ങൾ? നമുക്ക് നോക്കാം. 1980-കൾക്ക് ശേഷമാണ് ലോകം അറിയാത്ത ഒരു രഹസ്യ സങ്കേതം വേണമെന്ന് ഇറാൻ സേന ഉറപ്പിച്ചത്. 8 വർഷം നീണ്ടുനിന്ന ഇറാൻ-ഇറാഖ് യുദ്ധം ഇറാന് നൽകിയ വലിയൊരു പാഠമായിരുന്നു അത്. അമേരിക്ക നൽകുന്ന ഉപഗ്രഹ ചിത്രങ്ങളും രഹസ്യ വിവരങ്ങൾക്കുമനുസരിച്ച് സദ്ദാം ഹുസൈൻ ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തുമ്പോൾ ആയുധപ്പുരകൾ സുരക്ഷിതമായിരിക്കാൻ ഭൂമിക്കടിയിലേക്ക് മാറുക എന്നത് മാത്രമേ അവർക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇസ്രാന്റെ സൈനിക വിഭാഗമാണ് ഈ പദ്ധതിയുടെ ശില്പികൾ. പ്രത്യേകിച്ചും ഇറാന്റെ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹസൻ ടെഹ്റാനി മുഖദ്ദമാണ് പർവ്വതങ്ങൾക്കുള്ളിലെ ഈ രഹസ്യ നഗരമെന്ന ആശയം നടപ്പിലാക്കിയത്. 1984 തുടങ്ങി ഈ ദൗത്യം ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ സൈനിക ശൃംഖലയായി വളർന്നിരിക്കുകയാണ്. ഇന്ന് വരെ ലോകം കാണാത്ത വലിയ രഹസ്യങ്ങളാണ് ഇറാൻ ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. കേവലം മിസൈലുകൾ മാത്രമല്ല, ആധുനിക യുദ്ധതന്ത്രത്തെ തന്നെ മാറ്റാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകളാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓട്ടോമാറ്റിക് മിസൈൽ മാഗസീനുകൾ. റിവോൾവറുകളിലെ തിരകൾ പോലെ മിസൈലുകൾ ഓരോന്നായി വിക്ഷേപിക്കാൻ കഴിയുന്ന പടുകൂറ്റൻ ഓട്ടോമാറ്റിക് റെയിൽ സംവിധാനമാണിത്. അതുപോലെ തന്നെ ഇറാൻ പർവ്വതത്തിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു വജ്രായുധമാണ് ഫത്താ-2. ഇറാന്റെ ആയുധ ശേഖരത്തിലെ ക്രൗൺ ജുവൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ശബ്ദത്തെക്കാൾ 15 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലാണ് ഫത്താ-2. അതായത് മിനിറ്റുകൾക്കുള്ളിൽ കിലോമീറ്ററുകൾ താണ്ടാൻ ഈ മിസൈലിന് സാധിക്കും. കൂടാതെ ആകാശത്ത് വെച്ച് തന്നെ ഏത് ദിശയിലേക്ക് മാറാൻ കഴിയുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡഡ് വാഹനം കൂടിയാണിത്. കൂടാതെ ഇറാൻ പർവ്വതങ്ങൾക്കുള്ളിലെ ഈ രഹസ്യ താവളത്തിൽ ആയിരക്കണക്കിന് മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കുന്നുകൾക്കിടയിലെ വിള്ളലുകളിലൂടെ നൂറുകണക്കിന് ചാവേർ ഡ്രോണുകളെ സെക്കൻഡുകൾക്കുള്ളിൽ പുറത്തേക്ക് വിടാൻ ഇറാന് സാധിക്കും. ശത്രുവിന്റെ റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കൺഫ്യൂഷനിലാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് കടന്നു ചെല്ലാൻ ഈ ഡ്രോൺ കൂട്ടങ്ങൾക്ക് സാധിക്കും. യുക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ട ഇറാന്റെ ഷഹീദ് ഡ്രോണുകളുടെ അത്യാധുനികമായ പതിപ്പുകളാണിവ. ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളെയും GPS സിഗ്നലുകളെയും തകർക്കാൻ ശേഷിയുള്ള ഹൈപ്പവർ ജാമറുകൾ പർവ്വതങ്ങൾക്കുള്ളിലെ ലാബുകളിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത്. വർഷങ്ങളായി അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യം എങ്ങനെയാണ് കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് ഇത്തരം അത്യാധുനികമായ സംവിധാനങ്ങൾ നിർമ്മിച്ചത്? ഇവിടെയാണ് ഇറാന്റെ ഷാഡോ എക്കോണമി പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം പല രാജ്യങ്ങൾക്കും ഇറാൻ ഔദ്യോഗികമായി എണ്ണ വിൽക്കാൻ കഴിയില്ല. എന്നാൽ ഇതിനെ മറികടക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഡാർക്ക് ഫ്ലീറ്റ്. കപ്പലുകളെ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫ് ചെയ്ത് സാറ്റലൈറ്റുകളുടെ കണ്ണ് വെട്ടിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകളാണിവ. നടുക്കടലിൽ വെച്ച് മറ്റൊരു രാജ്യത്തിന്റെ കപ്പലിലേക്ക് എണ്ണ മാറ്റുന്ന രീതി ഇവർ പിന്തുടരുന്നു. ഇങ്ങനെ മാറ്റുന്ന എണ്ണ പിന്നീട് മറ്റൊരു രാജ്യത്തിൻ്റെതെന്ന വ്യാജേന വിപണിയിലെത്തുന്നു. ഇതിലൂടെ ലഭിക്കുന്ന പണം ഔദ്യോഗിക ബാങ്കിംഗ് ചാനലുകൾ ഒഴിവാക്കി ഹവാല വഴിയോ മറ്റ് രഹസ്യ മാർഗങ്ങളിലൂടെയോ ഇറാനിലേക്ക് എത്തുന്നു. എണ്ണയ്ക്ക് പകരമായി ഏകദേശം 400 ബില്യൺ യുവാൻ ഇറാനിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചൈന നൽകുന്നുമുണ്ട്. ഇത് ഇറാന്റെ സാമ്പത്തിക തകർച്ച തടയുന്നതിൽ ഒരു നിർണായക ഘടകമാണ്. കൂടാതെ റഷ്യയിൽ നിന്ന് അത്യാധുനികമായ ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യയും ഇറാന് ലഭിക്കുന്നു. ഇതിനു പകരമായി ഇറാൻ തങ്ങളുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ റഷ്യക്ക് നൽകുന്നു. അമേരിക്കയുടെ ഏതൊരു കരയുദ്ധത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇറാൻ സൈന്യം ആവർത്തിച്ച് പറയുന്നത് പർവ്വതങ്ങൾക്കുള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളുടെയും റഷ്യയുടെയും ചൈനയുടെയും രഹസ്യ പിന്തുണയുടെയും ധൈര്യത്തിലാണ്. അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ അതൊരു ടണൽ വാർഫെയറായി മാറും. ആയിരക്കണക്കിന് കിലോമീറ്റർ നീളുന്ന ഈ തുരങ്കങ്ങളുടെ കരുത്തിൽ ശത്രുവിനെ കെണിയിലാക്കാൻ ഇറാന് എളുപ്പത്തിൽ സാധിക്കും. തങ്ങളെക്കാൾ 10 ഇരട്ടി കരുത്തരായ ശത്രുവിനെ ഭൂപ്രകൃതി കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും പ്രതിരോധിക്കുക എന്നതാണ് തന്ത്രം. 2026 ലോകം ഒരു വലിയ സംഘർഷത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സാഗ്രോസ് പർവ്വതങ്ങൾക്കിടയിലെ ഈ മിടിക്കുന്ന ഹൃദയങ്ങൾ ലോക ചരിത്രത്തെ മാറ്റിമറിച്ചേക്കാം. പക്ഷേ ഇറാൻ പർവ്വതങ്ങൾക്കുള്ളിൽ സുരക്ഷിതരാണെന്ന് കരുതുമ്പോൾ ആ കോട്ടകൾ തകർക്കാനുള്ള മാസ്റ്റർ പ്ലാൻ അമേരിക്കയും ഇസ്രായേലും അണിയറയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 200 അടി താഴ്ചയിൽ വരെ പാറകൾ തകർത്ത് ഉള്ളിലെത്തി സ്ഫോടനം നടത്താൻ കഴിയുന്ന
GBU-57 എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക തയ്യാറാക്കിയത് ഇറാനിലെ രഹസ്യ സങ്കേതങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. 30,000 പൗണ്ട് ഭാരമുള്ള ഈ ബോംബ് ശക്തിയേറിയ പാറക്കെട്ടുകളെ പോലും തകർക്കാൻ പോകുന്നതാണ്. കൂടാതെ ഇറാന്റെ ഫത്ത-2 പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ നേരിടാൻ അമേരിക്കയുടെ പുതിയ സ്പേസ് സെൻസർ ഉപഗ്രഹങ്ങൾ സജ്ജമാണ്. ഇവയ്ക്ക് ഭൂമിക്കടിയിലെ താപവ്യത്യാസങ്ങൾ നിരീക്ഷിക്കാനും മിസൈൽ വിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകാനും സാധിക്കും. ചുരുക്കത്തിൽ ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മാത്രമല്ല. ഒരു വശത്ത് പർവ്വതങ്ങളെ തുരന്ന് മനുഷ്യർ തീർത്ത അദൃശ്യമായ പ്രതിരോധ കോട്ടകൾ, മറുവശത്ത് ആ പർവ്വതങ്ങളെ പോലും പിളർക്കാൻ ശേഷിയുള്ള ആധുനിക യുദ്ധതന്ത്രങ്ങൾ. സാഗ്രോസ് പർവ്വതനിരയ്ക്കുള്ളിലെ രഹസ്യ നഗരങ്ങൾ ഇറാന് രക്ഷാ കവചമാകുമോ, അതോ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന വിനാശത്തിന്റെ കവാടമാകുമോ? ഉത്തരം വരാനിരിക്കുന്ന ദിവസങ്ങൾ തെളിയിക്കും.